എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു കറിയാണ്. ഉണക്കച്ചെമ്മീൻ മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറി. അപ്പോൾ എങ്ങനെ ചെയ്യണേന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെ റെസിപ്പി ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഉണക്കച്ചെമ്മീൻ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഉള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം നോക്കാം. അപ്പോൾ ഞാനിതൊരു പാക്കറ്റ് ഫുള്ള് എടുത്തിട്ടില്ല, അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. പകുതി ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് കഴുകിയിട്ട്, നന്നായി കഴുകണം, ഒരു നല്ല പോലെ അഴുക്കുണ്ടാവും. 3-4 പ്രാവശ്യം കഴുകിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഗ്രാം കണക്ക് പറയുകയാണെങ്കിൽ ഇത് 25 ഗ്രാം ഉണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് 2 മുരിങ്ങക്കായ കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു തക്കാളി നല്ലപോലെ നീളനെയാണ് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ 4 ചുവന്നുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത്, 2 പച്ചമുളക് നെടുകെ കീറി വെച്ചിരിക്കുന്നതാണ്, ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് പുളിക്ക് ആവശ്യമായിട്ട് നമ്മൾ ഇവിടെ കോൽപ്പുളിയാണ് എടുത്തിരിക്കുന്നത്, സാമ്പാറിലൊക്കെ ഇടുന്ന പുളി. അതൊരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ്, വെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുന്നതാണ്. 1/2 കപ്പ് തേങ്ങ, വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് ഒരു മൺചട്ടിയിലാണ്. അപ്പോൾ ചട്ടി ചൂടാക്കാൻ വെക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതായത് 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ നന്നായി ലോ ഫ്ലെയിമിലാക്കണം. നമുക്കിനി ഇതിലോട്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറി. ഇനി നമുക്കിതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇനി മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കിനി മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. തക്കാളിയും മുരിങ്ങക്കായും വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചെമ്മീനെ ഒന്ന് ഒതുക്കിയെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചെടുക്കാത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മളിതേ ചെമ്മീനെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്, ഒരുപാട് അങ്ങ് അരഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ദേ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് അങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പുളിവെള്ളത്തിന് പകരം മാങ്ങ ഉപയോഗിക്കാം. പക്ഷെ ഞാനിവിടെ പുളി എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങയൊന്നും നമുക്ക് എല്ലാ സീസണിലും കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ പുളിവെള്ളം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇനി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം.
നമുക്കിനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതങ്ങ് മൂടി വെക്കാം. നമുക്ക് ഈ സമയം കൊണ്ട് തേങ്ങ നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളൊരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിച്ചത്. ഇനി നമുക്കിതിലോട്ട് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യത്തിന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോണത് കാച്ചൊഴിക്കലാണ്. ഓഫ് ചെയ്യാം കേട്ടോ തീയെ. അപ്പോൾ നമുക്ക് കാച്ചൊഴിക്കാനായിട്ട് ഒരു പാൻ വെക്കാം. എന്നിട്ട് നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് 4 ചുവന്നുള്ളി നല്ല നൈസായിട്ട് മുറിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കാച്ചിയത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് നമുക്ക് അങ്ങ് മൂടി വെക്കാം. അതിന്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് അതിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.